വാണം നിന്റെ വാപ്പ പീലാത്തി പശു ചെറുക്കാൻ ഇന്നാൾ കൊണ്ട് തന്നെ വാണം നോക്കി എന്നെ മൂട്ടിലെവിടെ കമ്പെത്തിയിരിക്കണം. ഓക്കെ അതൊക്കെ പോട്ട് രാവിലെ എന്തൊരാലോചന നിക്കണ ഒറ്റ കുട്ടി കണക്ക്. അളിയ നമ്മളുടെ പഠിച്ച എല്ലാവരും നല്ല ജോലിയൊക്കെ വാങ്ങി രക്ഷപ്പെട്ടു. അത് നല്ല കാര്യം. പക്ഷെ നമ്മൾ രണ്ടുപേരും മാത്രം എന്തായാലും ഇങ്ങനെ മുഞ്ചി പോകണം മനസ്സിലാവില്ല. എത്ര ആലോചിച്ചിട്ട് പഠിയിട്ടുണ്ട്. സിമ്പിൾ, നമ്മക്ക് കഴപ്പളിയാ. ആ ഒരു വിധം നോക്കിയാൽ അതും ശരിയാണ്. അളിയ എന്റെ പോക്ക് ശരിയല്ലെന്നാണ് ഭാര്യ പറയുന്നത്. അതെന്തല്ലേ അങ്ങ് എങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞോളിയാ? അവൾ അങ്ങനെ പറയാൻ വഴിയൊന്നും ഇല്ലല്ലേ. അത് വേറെ ഒന്നുമില്ല അളിയ. അവളെ വീട്ടിലെ 5 പശുവുണ്ട്. ആ പശുവിനൊപ്പം നോക്കുന്നത് ഞാനാണ്. അതിന് പുണ്ണാക്ക് വാങ്ങണം, പുല്ല് വെട്ടണം, പുണ്ണാക്ക് കലക്കി കൊടുക്കണം, കാടി കലക്കി കൊടുക്കണം. എന്തിന്? ആ പശുവിന്റെ ചാണം വരെ വാരി ആ തൊഴുത്തെല്ലാം വൃത്തിയാക്കുന്നത് വരെ ഞാൻ. അളിയാ നീ അവളെ ഭർത്താവാ, അത് അവിടുത്തെ കറവക്കാരനാളിയാ. എന്റെ പൊന്നളിയ, ഞാൻ ഇന്നലെ അവളെ വീട്ടിലെ പശുവിന്റെ പാല് ഇറക്കിയായിരുന്നു. അപ്പോഴവളെ വാപ്പ അതിന്റെ അടുത്ത് എന്തോ എടുക്കാനായിട്ട് വന്ന് കുനിഞ്ഞു. അപ്പൊ അയാളെ നടുവെട്ടി. ഞാൻ എന്താ ചെയ്ത് പെട്ടെന്ന് അവിടെ നനയിച്ച് അയാളെ ബാക്ക് ഭാഗത്തോട്ട് നിന്ന് നടു തടങ്ങി കൊടുത്തു. അവളവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് നടു തടങ്ങി കൊടുക്കും. അവള് തെറ്റിദ്ധരിച്ചു. അപ്പൊ അവള് പറയാണ് എനിക്ക് ആണുങ്ങളോടാണ് താല്പര്യം. അവള് പറഞ്ഞാൽ കാര്യം വല്ലതും ഉണ്ടോടാ? അയ്യേ അവനും പോയാ അയാൾക്ക് നടു വെട്ടി ഒരു കാര്യം ചെയ്യും. അയാളെ നടു പകുതി വെച്ച് വെട്ടി കളഞ്ഞിട്ട് ആ പശുവിന്റെ ബാക്കിലെടുത്ത് സൂപ്പർ വെച്ച് ഓട്ടിച്ചോയി വെച്ചിട്ട് പോടി.